അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സമയങ്ങളിൽ അദാബുകൾ ഇറക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആസാമിൽ ഭയങ്കരമായ വെള്ളപ്പൊക്കം, കുറേ ആളുകൾ മരണപ്പെട്ടു, കുറേ ആളുകളുടെ ഭവനങ്ങൾ നഷ്ടമായി, വല്ലാത്ത ദുരിതത്തിലാണ്. അല്ലാഹു അവിടുത്തെ സത്യവിശ്വാസികളെ അല്ലാഹു നാശത്തിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ. وَكَذَلِكَ أَخْذُ رَبِّكَ إِذَا أَخْذَ الْقُرَى وَهِيَ ظَالِمَةٌ إِنَّ أَخْذَهُ أَلِيمٌ شَدِيدٌ. അക്രമികളായ ജനവാസ കേന്ദ്രങ്ങൾ അല്ലാഹു പിടികൂടുമ്പോൾ അവന്റെ പിടുത്തം ഇതുപോലെയാകുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ പിടുത്തം നോവേറിയതും കഠിനമാകുന്നു. നമ്മൾ മനസ്സിലാക്കുക, അവിടുത്തെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാമിക വിരുദ്ധ മതയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി മദ്രസ അടക്കുക. ഇനി മദ്രസ എന്ന് പറയുന്നൊരു സാധനം വേണ്ട എന്ന് അവിടുത്തെ BJPയിലെ ഒരു മന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പറയുകയുണ്ടായി. അതുപോലെ ഗ്യാൻവാബി മസ്ജിദ് എന്ന് പറയുന്ന ആ പള്ളി മാറ്റണം, അത് വേണ്ട. പിന്നെ ഏക സിവിൽ കോഡ് അംഗീകരിക്കുക. വർഗീയതയുടെ മുസ്ലിങ്ങളോടുള്ള വിരോധം കൊണ്ട് അവൻ പറഞ്ഞ വാക്കുകളാണ്. അതിലെ മധുരയിലൊരു പള്ളിയുണ്ട്, അത് മാറ്റി അവിടെ കൃഷ്ണ ജന്മഭൂമിയാണെന്ന് അത് അംഗീകരിക്കുകയും ആ പള്ളി പൊളിച്ച് അവിടെ അമ്പലം പണിയുകയും അവർ ശ്രീകൃഷ്ണന്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞ് വർഗീയത മുറ്റിയ വാക്കുകൾ ഒന്നിനൊന്നായി വന്നുകൊണ്ടിരുന്നപ്പോൾ അതിനെ അംഗീകരിക്കുന്ന സമൂഹവും ഉണ്ടായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും സമൂഹത്തെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാകും. അത് തന്നെയാണ് കാരണം. ഇതിൽ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ വിഗ്രഹങ്ങൾക്കൊന്നും ചെയ്യുവാനോ അതിനെ തടുക്കുവാനോ സാധിച്ചിട്ടില്ല. ഇത് മുൻകാല ചരിത്രങ്ങളിൽ ഖുർആനിൽ കാണാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയാൽ എത്ര അധികം ബഹുദൈവ ആരാധകരുണ്ടെങ്കിലും, എത്രയധിക വിഗ്രഹ ആരാധകരുണ്ടെങ്കിലും അതിനെ ഒന്ന് പിടിച്ചു നിർത്തുവാൻ, ആ അദാബിനെ പിടിച്ചു നിർത്തുവാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഞാൻ പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അവരന്ന് അലമുറയിട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ എവിടെ നിന്ന് വന്നു ദൈവം? ഒരു ദൈവം അവിടെ ഉണ്ടായിരുന്നില്ല. ഏകനായ പടച്ച തമ്പുരാൻ തീരുമാനിക്കും ഈ രാജ്യം നിലനിൽക്കണോ വേണ്ടയോ, ഇവിടുത്തെ സമൂഹം നിലനിൽക്കണോ വേണ്ടയോ എന്ന്. പക്ഷെ അല്ലാഹു ഒരു അദാബ് ഇറക്കുമ്പോൾ ആ അദാബിന്റെ കൂട്ടത്തിൽ നല്ലവരായ ആളുകളും ഉണ്ടാകും. പക്ഷെ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ചിലപ്പോൾ മരണപ്പെട്ടു പോകുന്നവർക്ക് പരലോക പ്രത്യേകമായ പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ്. അല്ലാഹു ഒരു അദാബ് ഇറക്കുമ്പോൾ ആ ഇറക്കുന്ന സമൂഹത്തെ മൊത്തമായിട്ടാണ് ഇറക്കുന്നത്, അല്ലാതെ ഒരു വിഭാഗം ആളുകളെ മാത്രമായിട്ടല്ല. പക്ഷെ ആ സമൂഹം മൊത്തത്തിൽ നശിപ്പിക്കപ്പെടുകയാണ്. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എത്രയോ ജീവജാലങ്ങൾ നശിച്ചു. അതുകൊണ്ട് അല്ലാഹുവിനോട് വെല്ലുവിളിക്കുന്നത്, സൂക്ഷിക്കുക ജനങ്ങളെ, അവന്റെ പള്ളികൾ തകർക്കുക, മദ്രസ വേണ്ട എന്നാണ് ആ ശൈത്താൻ പറഞ്ഞത്. ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJPയുടെ മന്ത്രിയാണിത് പറഞ്ഞത്. ഇവനെ പോലെയുള്ള അധികാരികൾ രാജ്യം ഭരിക്കുമ്പോൾ അവിടെ അല്ലാഹുവിന്റെ അദാബുകൾ ഇറങ്ങും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ജനങ്ങളും ഉണ്ടായപ്പോൾ അല്ലാഹു ആ പ്രദേശത്തെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പും പല വർഗക്കാരുടെയും പര്യവസാനം എങ്ങനെയായിരുന്നു പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമകാരികളിൽ നിന്നും സമൂഹത്തെയും സമുദായത്തെയും രാജ്യത്തെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.